അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ജീവിതത്തിൽ ഒരു ഖത്തമെങ്കിലും ഓതണം, നമ്മുടെ ഖൽബിലേക്ക് ഒരു നിയ്യത്ത് വെക്കണം. പക്ഷേ അത് ഓടിയാ പറ്റൂല, അത് പടച്ചവന്റെ ഖുർആനാണ്. അത് കാരണം നമ്മൾ ശാപത്തിലേക്ക് വന്നു പോകരുതേ. പരിശുദ്ധമായ റമളാനിൽ ഖുർആൻ ഓതുന്നവരോട് എനിക്കൊരു ഉണർത്തലുണ്ടല്ലോ. ഏതാണെന്നറിയുമോ ഉമ്മമാരെ, സഹോദരങ്ങളെ? റമളാനാണെന്ന് പറഞ്ഞിട്ട് ഒരു ഖത്തം തീർക്കണമെന്ന് പറഞ്ഞിട്ട് ഖുർആൻ ഓടരുത്. പെട്ടെന്ന് ഇങ്ങനെ ഓതി അങ്ങോട്ട് തീർക്കരുത്. ഖുർആനിക്കൊരു നിയമമുണ്ട്, ഖുർആനിക്കൊരു ശൈലിയുണ്ട്. ഖുർആന്റേതായിട്ടുള്ള നിയമം അനുസരിച്ചുകൊണ്ട് ഓതിയിട്ടില്ലെങ്കിൽ ഒരു ഖത്തം നിങ്ങൾക്ക് ഓതി കഴിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഓതുമ്പോ എന്റെ പെങ്ങളെ, അതേ ഖുർആൻ നിങ്ങളെ ശപിക്കുന്നുണ്ട് കേട്ടോ. അതിന് പകരം ഖുർആൻ ഓദിക്കോ. ഒരു ഖത്തമല്ല, 2 ഖത്തമല്ല, എത്ര വേണമെങ്കിലും ഓദിക്കോ. അത് വറത്തിൽ ഖുർആന തർത്തീല. അള്ളാന്റെ ഖുർആന സാവധാനത്തിൽ അത് വേണ്ടുന്ന കോലത്തിൽ നിങ്ങൾ ഓദിക്കോ. എങ്കിലേ പ്രതിഫലം കിട്ടൂ, ഇല്ലെങ്കിൽ കിട്ടൂല.